അല്ല UDF അല്ല വയനാട് പിന്നെ എന്താണ് ഇലക്ഷൻ റിസൾട്ട് എന്താവും ആരും ചോദിക്കുന്ന തന്നെ ഇല്ല. ഭൂരിപക്ഷം എത്രയാവും എന്നുള്ള ചോദ്യമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഭൂരിപക്ഷം റെക്കോർഡ് ഉണ്ടാവും എന്ന് തന്നെയാണ് വയനാടിനെ സംബന്ധിച്ച് പറയാനുള്ളത്. പാലക്കാടായില്ലല്ലോ, പക്ഷെ പാലക്കാടിനെ സംബന്ധിച്ച് വയനാട് പോലെ തന്നെ വലിയ ചോദ്യമൊന്നും ഇപ്പം ഇല്ല. UDF ജയിക്കും എന്നാണ്. ചേലക്കരയെക്കുറിച്ച് ആണുങ്ങൾ ചോദിക്കുന്നത് എങ്കിൽ ഇത്തവണ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ തന്നെ ഒരു നല്ല വോട്ടിന് ഞങ്ങൾ വിജയിക്കും എന്നാണ് ഞങ്ങളുടെ ധാരണ. അവസാനത്തിലേക്കൊക്കെ പോകുമ്പോൾ പിന്നെ പ്രതിഷേധമൊക്കെ ഉയർന്നത് സമാന്തരമായിട്ട് സ്ഥാനാർത്ഥികളൊക്കെ ഇവിടെ നിർണായക. അല്ല, ഇപ്പോ UDFന്റെ വിജയത്തെ ഇപ്പൊ ഇലക്ഷൻ പ്രചരണം കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ഒരു കാര്യമായിട്ട് ഞാൻ പറയുന്നില്ല. ഒരു കാര്യവും UDFന്റെ വിജയത്തെ ഈ തവണ അതൊന്നും ബാധിക്കുകയില്ല എന്നാണ് ഞങ്ങളുടെ ഒരു കണക്കുകൂട്ടൽ. പദ്ധതിയായി സർക്കാർ പ്രഖ്യാപിക്കുന്നത് നേരത്തെ UDF ആരംഭിച്ചൊരു പദ്ധതിയാണ്. പക്ഷെ ആ പദ്ധതി അല്ല ഇപ്പോൾ നടപ്പിലാക്കിയതെന്നാണ് മന്ത്രി പറയുന്നത്, റിയാസ് പറയുന്നത്. അല്ല, ഇത് ആളുകള് അത് കേട്ട് ചിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ അവിടെ ഇപ്പോ ഈ ഗവൺമെന്റിന്റെ വക്താക്കളൊക്കെ ഇത് ആ പദ്ധതിയല്ല, ഇത് വേറെ പദ്ധതിയാണെന്ന് പറയുന്നുണ്ട്. ഇന്ത്യ ഒട്ടാകെ ഇപ്പോ സീപ്ലെയിൻ ഇപ്പോ ആന്ധ്രയില് പരീക്ഷ പറക്കൽ കഴിഞ്ഞാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇപ്പോ ഇന്ത്യ ഒട്ടാകെ സീപ്ലെയിൻ പദ്ധതി കുറച്ച് വിപുലമായി വരുന്നതിന്റെ ഭാഗമായി കേരളത്തിലും വന്നപ്പോ ഈ സീപ്ലെയിൻ പദ്ധതിയെ അവർ ന്യായീകരിക്കുന്നത് കാണുമ്പോൾ നമുക്കൊക്കെ വളരെ തമാശ തോന്നുന്നുണ്ട്. കാരണം 10-12 വർഷം മുമ്പ് കേരളത്തിന് ഇതിന് ഇന്ത്യയിൽ ഒന്നാമതാകാമായിരുന്നു. ഇപ്പൊ കേരളം ഇന്ത്യയിൽ ഒന്നാമതൊന്നുമല്ല. ഇന്നലെ അതേ പ്ലെയിൻ ആന്ധ്രയിൽ ഇറങ്ങി പരീക്ഷണം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതിന്റെ പടമുണ്ട്. ആന്ധ്ര ചീഫ് മിനിസ്റ്ററൊക്കെ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഞങ്ങള് കൊണ്ടുവന്ന കാലത്താണെങ്കിൽ അന്ന് എമർജിംഗ് കേരളയിൽ വന്ന പ്രോജക്റ്റാണ് ഇതൊക്കെ. ഈ സീപ്ലെയിന്, അതുപോലെ തന്നെ ഹൈസ്പീഡ് റെയിൽ ഇന്നത്തെ പോലെ ആയിരുന്നില്ല അന്ന്. എക്സ്പ്രസ് ഹൈവേ, കൊമേഴ്സ്യൽ വാട്ടർ സപ്ലൈ സ്കീം, എന്തിനധികം ഫോറിൻ കൊല്ലാബറേഷനോടുകൂടി യൂണിവേഴ്സിറ്റികളുടെ പരിഷ്കാരമുണ്ടായിരുന്നുവെങ്കിൽ ഇവിടുന്ന് കുട്ടികളിപ്പോ നാടുവിടൂലായിരുന്നു. ഇപ്പൊ കുട്ടികളൊക്കെ നാട് വിട്ട് വിദേശത്തൊക്കെ പോയി കുറെ കഴിഞ്ഞപ്പോഴാണ് ഇപ്പോ യൂണിവേഴ്സിറ്റി പരിഷ്കാരത്തെക്കുറിച്ച് ഇവർക്ക് ചിന്ത വരുന്നത്. നമ്മളെ ഉന്നത വിദ്യാഭ്യാസം നിലവാരം പോരാ എന്നുള്ള ചിന്ത അവർക്ക് വന്നത് ഇപ്പോഴാണ്. അപ്പോ ഈ വൈകി ഉദിക്കുന്ന വിവേകം കേരളത്തിന് എന്തുമാത്രം നഷ്ടമുണ്ടാക്കി എന്നാണ്. സീപ്ലെയിൻ ഇന്ത്യയിലൊട്ടാകെ വരുന്ന പല സ്റ്റേറ്റുകളും വരുന്നതിന്റെ ഭാഗമായി ഒരു പ്ലെയിൻ വന്നുപോയി എന്നുള്ളതിനെ കുറിച്ചല്ല. പക്ഷേ ഈ ഗവൺമെന്റിന്റെ വക്താക്കൾ, ഇടതുപക്ഷ മുന്നണി, CPM മുന്നണി ഈ കാലം അത്രയും എടുത്ത നിലപാടുകൊണ്ട് ഈ സംസ്ഥാനത്തിന് എന്തുമാത്രം നഷ്ടമുണ്ടായി എന്നുള്ളതിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ നിലവാര തകർച്ചയാണ്. ഹയർ എഡ്യൂക്കേഷൻ നിലവാര തകർച്ചക്ക് എമർജിംഗ് കേരളയില് അന്ന് ഞങ്ങൾ വ്യക്തമായ നിർദ്ദേശം വെച്ചതാണ്. വിദേശ യൂണിവേഴ്സിറ്റികളോട്, കനഡ തുടങ്ങി വിദേശ യൂണിവേഴ്സിറ്റികളുടെ സഹായത്തോടുകൂടി ഇവിടുത്തെ പാഠ്യപദ്ധതി പരിഷ്കരണം അന്ന് അത് അനുവദിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ കുട്ടികൾ ഇപ്പം നാടുവിടൂലായിരുന്നു. അതേപോലെ തന്നെ ടൂറിസം മേഖലയുടെ വളർച്ചയ്ക്ക് സീപ്ലെയിൻ ഉൾപ്പെടെ, അത് മാത്രമൊന്നുമല്ല, എമർജിംഗ് കേരളയിൽ അന്ന് പല പദ്ധതികളും വന്നു. ഇന്ന് കേരളം എവിടെയോ എത്തിയിട്ടുണ്ടാകുമായിരുന്നു. അങ്ങനെ എത്ര കാര്യങ്ങൾ. ഇപ്പോൾ നമ്മളെ വാട്ടർ സപ്ലൈ പൈപ്പ് നന്നാക്കാൻ കാശില്ല. ഞങ്ങൾ അന്ന് പറഞ്ഞതാണ്. ഹോട്ടലുകൾ, അതുപോലെ വ്യവസായ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ വലിയ മാനുഫാക്ചറിംഗ് ഫീൽഡ്, കച്ചവടക്കാർ, അങ്ങനെയുള്ള അതിന് കൊമേഴ്സ്യൽ വാട്ടർ ആവാം. ഫ്രീ കുടിവെള്ളം എല്ലാവർക്കും കൊടുത്തോളണമെന്നില്ല എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ കുടിവെള്ളം വിൽക്കാൻ പോവാണ് എന്നാ അന്ന് പറഞ്ഞത്. ഇപ്പൊ ഈ സീപ്ലെയിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ മത്സ്യക്കുഞ്ഞുങ്ങൾ ചത്തുവോ, മത്സ്യക്കുഞ്ഞുങ്ങളൊക്കെ മാറ്റി പാർപ്പിച്ചിട്ടാണോ ഇപ്പൊ കൊണ്ടുവരുന്നതെന്ന് അറിയില്ല. അപ്പൊ ഇതൊക്കെ വൈകി ഉദിക്കുന്ന വിവേകം, അത് കേരളത്തിന്റെ ഒരു പ്രോബ്ലമാണ്. എല്ലാ പരിഷ്കാരങ്ങളെയും എതിർത്ത് തോൽപ്പിക്കുകയായിരുന്നു. സത്യത്തില് പ്രൊഫഷണൽ വിദ്യാഭ്യാസം ഞങ്ങൾ ഇവരുടെ ബഹളത്തിന്റെ ഇടയിൽ തുറന്നു കൊടുത്തതാണ്. അല്ലെങ്കിൽ ഇപ്പൊ എഞ്ചിനീയറിംഗ് കോളേജും ഉണ്ടാവില്ലായിരുന്നു, മെഡിക്കൽ കോളേജും ഉണ്ടാവില്ല. ആകെ 1-2 എഞ്ചിനീയറിംഗ് കോളേജും മെഡിക്കൽ കോളേജുമായിട്ട് നമ്മൾ കഴിയേണ്ടി വരുമായിരുന്നു. ഇപ്പൊ അവർക്ക് പറയാൻ മടിയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ കൊടുത്തതല്ല ഇത് വേറെയാണെന്നൊക്കെ പറയുന്നത്. അത് തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല.
ഞങ്ങളെ അവരെ നോക്കിയിട്ടല്ല, ഞങ്ങൾ ഈ പരിഷ്കാരങ്ങളുടെ വക്താക്കളാണ്. ഞങ്ങൾ പിന്നീട് ഗവൺമെന്റുകൾ വന്നപ്പോഴല്ലേ പിന്നെ ഞങ്ങൾ പല പരിഷ്കാരങ്ങളും നടപ്പിലാക്കിയത്. ഒരുപാട് പരിഷ്കാരങ്ങൾ. ഇപ്പോ ഞാൻ സ്മാർട്ട് സിറ്റിയെ അന്നത്തെ പ്രതിപക്ഷം അനുകൂലിച്ചോ? ഇല്ലല്ലോ. സ്മാർട്ട് സിറ്റിയെ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശക്തിയുക്തം എതിർക്കായിരുന്നു. എതിർപ്പ് വകവെക്കാതെയാണ് ഞങ്ങൾ ആ പദ്ധതി കൊണ്ടുവന്നത്. കൊച്ചി വിമാനത്താവളത്തെ അന്ന് അവര് എതിർക്കായിരുന്നില്ലേ? എതിർപ്പ് വകവെക്കാതല്ലേ കൊച്ചി വിമാനത്താവളം വന്നത്. അവരെ എതിർപ്പ് വകവെച്ചിട്ടില്ല. പക്ഷേ ചിലതൊക്കെ കായികമായി ബലമായി തടഞ്ഞു. അതാണ് വസ്തുത. ഞാൻ മറുപടി അവർ പറയട്ടെ. അവരെല്ലാരും കൂടി ഞങ്ങളോട് പറഞ്ഞത് ഇപ്പൊ അവരിൽ തന്നെയുള്ള ചില ആളുകൾ തമ്മിൽ പറയല്ലേ. ഞാൻ ഉത്തരം അവർ കണ്ടെത്തട്ടെ. അതാ നല്ലത്. അല്ല, അത് ശരിയല്ല. എമർജിംഗ് കേരളയിൽ ഈ പദ്ധതികൾ വന്നപ്പോ അന്ന് വ്യവസായ മന്ത്രി എന്നുള്ള നിലക്ക് ഞാനും മുഖ്യമന്ത്രിയും അന്നത്തെ പ്രതിപക്ഷത്തിനോടും അന്നത്തെ പൊളിറ്റിക്കൽ പാർട്ടി ലീഡേഴ്സിനോടും ചർച്ച ചെയ്തതാണ്, സഹകരണം അഭ്യർത്ഥിച്ചതാണ്. അന്ന് അവർ സഹകരണം തന്നില്ല. ഇപ്പൊ ഞങ്ങളോട് ആരോടും മിണ്ടിട്ടെന്നില്ല. ആരും സംഗതി തന്നെ അറിയില്ല. സീപ്ലെയിൻ ആണെന്നും പറഞ്ഞ് വന്ന് ഇറക്കുമ്പോ കാണുകയാണ്. അല്ല, അത് അവർ വിതരണം ചെയ്ത അരിയല്ലേ വയനാട്ടില്. പഞ്ചായത്തിന് അല്ലെങ്കിൽ എവിടുന്ന് അരി കിട്ടണു? അരി പിന്നെ ഗവൺമെന്റ് കൊടുത്തതാണ്. ആ അരിയിലാണ് പുഴു. അത് തെളിഞ്ഞല്ലോ. പഞ്ചായത്തിന്റെ കാര്യത്തിൽ അവരിപ്പോ ഫ്രീ ആയി. അത് മുഖം രക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന പരിപാടിയാണ്. അവര് വിതരണം ചെയ്ത അരിയിലാണ് പുഴുവുള്ളത്. അതിന്റെ കേട് അവർ വഹിക്കണം. പഞ്ചായത്തിനെ കുറ്റം പറഞ്ഞ് പാവപ്പെട്ട പഞ്ചായത്ത് അതിനൊരു പോസ്റ്റ്മാന്റെ പണിയല്ല വേറെ എന്താ ഉള്ളത്? കൊടുക്കുന്നു, അത് പിന്നെ വിതരണം ചെയ്യുന്നു. അത്രേ ഉള്ളൂ. അത് അദ്ദേഹത്തിനോട് തന്നെ പറയാം. ഞാൻ അതേക്കുറിച്ച് കമന്റ് ചെയ്യുന്നില്ല. അത് അദ്ദേഹത്തിനോട് തന്നെ പറയാം. ഞാനിപ്പോ അതിനെപ്പറ്റി കമന്റ് ചെയ്യുന്നില്ല. അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചാൽ മതി. ഓക്കെ.